നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. മിനിമം വേതനം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന പണിമുടക്ക് തുടരുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള 500-ലധികം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ശമ്പള വർധനവിൽ UNA-യുമായി ധാരണയിലെത്താത്ത കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, പാലക്കാട്, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ആശുപത്രികളിലാണ് ശക്തമായ സമരം നടക്കുന്നത്. അത്യാഹിത വിഭാഗങ്ങളെ ബാധിക്കാത്ത രീതിയിലാണ് പ്രതിഷേധമെങ്കിലും വാർഡ് ഡ്യൂട്ടികളിൽ നിന്ന് നഴ്സുമാർ വിട്ടുനിൽക്കുന്നത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, ഡോക്ടർ ബൽറാം കമ്മിറ്റി, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പിലാക്കുക, കരാർ നിയമനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ 15-ലധികം ആവശ്യങ്ങളാണ് നഴ്സുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 10-ലധികം സ്വകാര്യ ആശുപത്രികളിൽ സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നഗരത്തിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സമരാനുകൂലികളായ നഴ്സുമാരോട് 24 മണിക്കൂറിനുള്ളിൽ ഹോസ്റ്റൽ ഒഴിയാൻ നോട്ടീസ് നൽകുകയും 2 പേരെ പിരിച്ചുവിടുകയും ചെയ്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പ്രമുഖ ആശുപത്രികളിൽ നഴ്സുമാരുടെ പണിമുടക്ക് ചികിത്സാ സൗകര്യങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം തൃശൂർ ജില്ലയിൽ 5 ആശുപത്രി മാനേജ്മെൻറ്റുകളുമായി UNA ധാരണയിലെത്തി. ഈ ധാരണ പ്രകാരം 300 കിടക്കകളിൽ താഴെയുള്ള ആശുപത്രികളിൽ 8,000 രൂപയുടെയും വലിയ ആശുപത്രികളിൽ 12,000 രൂപയുടെയും ശമ്പള വർധനവ് നഴ്സുമാർക്ക് ലഭിക്കും. എങ്കിലും ജില്ലയിലെ മറ്റ് ആശുപത്രികളിൽ സമരം തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെൻറ്റുകൾ അംഗീകരിച്ചതോടെ സമരം നേരത്തെ പിൻവലിച്ചിരുന്നു. എന്നാൽ ആലപ്പുഴ ജില്ലയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ അഥവാ NHM-ന് കീഴിലുള്ള നഴ്സുമാർ ശമ്പള വിവേചനത്തിനെതിരെ പ്രതിഷേധത്തിലാണ്. സ്വകാര്യ മേഖലയിൽ ശമ്പളം വർദ്ധിപ്പിച്ചപ്പോഴും NHM നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 20,500 രൂപയായി തുടരുന്നതാണ് ഇവിടെ പ്രതിഷേധത്തിനിടയാക്കിയത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം തുല്യ ജോലിക്ക് തുല്യവേതനം നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണിവർ. അടിയന്തര സാഹചര്യമുണ്ടായാൽ സേവനം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് നഴ്സുമാരുടെ അസോസിയേഷൻ ഇതിനകം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത നോക്കാം. സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന പാഠപുസ്തക വിവാദത്തിൽ NCERT മാപ്പ് പറഞ്ഞ് തലയൂരി. 8ാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഉൾപ്പെടുത്തിയത്. വിവാദ പുസ്തകം പൂർണ്ണമായും പിൻവലിച്ചതായും ഉള്ളടക്കത്തിൽ നിരുപാധികമായി ക്ഷമ ചോദിക്കുന്നതായും സ്ഥാപനം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ക്ഷമാപണക്കുറിപ്പിൽ പറയുന്നു. വിവാദ പാഠപുസ്തകത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സ്വമേധയായി എടുത്ത കേസിൽ വാദം കേൾക്കാനിരിക്കെയാണ് NCERT-യുടെ നീക്കം. ജുഡീഷ്യറിയെ മോശമായി ചിത്രീകരിക്കുന്ന ഉള്ളടക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെ പുസ്തകത്തിൻ്റെ വിതരണം തടയാനും ഓൺലൈൻ പതിപ്പുകൾ നീക്കം ചെയ്യാനും സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. സംഭവത്തിൽ വെറും ഖേദപ്രകടനം കൊണ്ട് കാര്യമില്ലെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ പേരുകൾ സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കഴിഞ്ഞ തവണ നിർദ്ദേശിച്ചിരുന്നു. NCERT ഡയറക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും കോടതി കാരണം കോട്ടിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. കോടതി കർശന നിലപാടെടുത്തതിന് പിന്നാലെ പിഴവ് അംഗീകരിച്ച NCERT പുസ്തകം തിരുത്തി തയ്യാറാക്കുമെന്ന് നേരത്തെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. എന്നാൽ പത്രക്കുറിപ്പിൽ ഖേദപ്രകടനത്തിൻ്റെ ഒരു വാക്ക് പോലുമില്ലെന്ന് വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിരുപാധികം മാപ്പ് ചോദിച്ച് സ്ഥാപനം പ്രസ്താവന ഇറക്കുന്നത്. കേസിൽ സുപ്രീം കോടതി നാളെ സ്വീകരിക്കുന്ന നിലപാട് NCERT ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാനെതിരെ യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദത്തിന് മറുപടിയുമായി ഇറാൻ. യുദ്ധത്തിൻ്റെ അവസാനം ട്രംപല്ല, തങ്ങൾ നിർണ്ണയിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തിരിച്ചടിച്ചു. US-ഉം ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം തുടർന്നാൽ മേഖലയിൽ നിന്ന് 1 ലിറ്റർ എണ്ണ പോലും കയറ്റുമതി നടത്താൻ അനുവദിക്കില്ലെന്നും IRGC വക്താവ് അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുമെന്നും കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ കപ്പലുകൾ കടക്കുന്നത് ചെറുക്കുമെന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇറാൻ വിഷയത്തിൽ ട്രംപിൻ്റെ പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ചയുമായിരുന്നു. ഇറാനെതിരായ യുദ്ധം ഏറെക്കുറെ പൂർത്തിയായെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. യുദ്ധം ഏകദേശം പൂർത്തിയായെന്ന് ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി യോഗത്തിൽ ഈ പരാമർശം ആവർത്തിച്ചില്ല. പകരം യുദ്ധം തുടരുമെന്നായിരുന്നു ട്രംപിൻ്റെ പരാമർശം. ഇറാൻ്റെ സൈനിക ശേഷിയെ തകർത്തുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇറാന് നാവികസേനയില്ല, ആശയവിനിമയ സൗകര്യങ്ങളില്ല, വ്യോമസേനയില്ല, അവരുടെ മിസൈലുകൾ ചിതറിത്തെറിച്ചു, ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയാണെന്നും കപ്പലുകൾ കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസ് US ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. എണ്ണവില കുറയ്ക്കാൻ ചില രാജ്യങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കുന്നത് ആലോചനയിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതിനൊപ്പമായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ.
ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി ഇറാൻ തന്നെ നേരിട്ട് രംഗത്തെത്തുന്നത്.